അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും യാത്ര ചെയ്ത അനുഭവങ്ങൾ കേൾവിയുടെ മാധുര്യത്തോടുകൂടി അനുഭവിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ദൃശ്യം. യാത്രകൾ പല വിധമുണ്ട്. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള യാത്രകളും പ്ലാനുകളും അതിൻ്റെ അനുഭവങ്ങളുമൊക്കെ ദൃശ്യം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്നത്തെ ദൃശ്യം എപ്പിസോഡിൽ തികച്ചും വ്യത്യസ്തമായ ഒരു യാത്രാ അനുഭവമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ കൂടെ ഈ ദൃശ്യം പ്രോഗ്രാമിൽ യാത്രാ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ബഹുമാന്യനായ അധ്യാപകനും പീസ് റേഡിയോ അവതാരകനും ഒക്കെ ആയിട്ടുള്ള നസ്റുല്ല സ്വലാഹിയാണ്. നസ്റുല്ല സ്വലാഹിയ വളരെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എല്ലാ ശ്രോതാക്കൾക്കും ദൃശ്യം പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുല്ലാഹി, നമ്മളെപ്പോഴും കാണുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഈ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നിങ്ങൾ യാത്ര ചെയ്തു പോയതിൻ്റെ അനുഭവങ്ങളും പോസ്റ്റുകളും ഒക്കെ ഇങ്ങനെ വരുമ്പോഴേ ഇതെങ്ങോട്ടാണ് പോയിരുന്നത്, എന്തായിരുന്നു യാത്രയുടെ അനുഭവങ്ങളൊക്കെ. അപ്പോൾ കുറേ യാത്രകൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വ്യത്യസ്ത യാത്രകൾ പോകുന്ന ആളുകളുണ്ടാവും. ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ചുള്ള യാത്രയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നസ്റുല്ല സ്വലാഹി പോകുന്ന യാത്രകൾക്കൊക്കെ ഒരു പ്രത്യേകതകളുണ്ട്. ആ യാത്രകളുടെ ഒരു മധുരവും അതിൻ്റെ രുചിയും ഒക്കെ തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൂടെയുള്ള ഒരു യാത്രകൾ. എനിക്ക് തോന്നുന്നു ഉത്തരേന്ത്യയോട് പഠനകാലത്തെയുള്ള ഒരു ബന്ധമുണ്ട്. അതെ, ജാമ്യയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടുത്തെ നാടും കൾച്ചറുകളും കൂടുതൽ അടുത്തറിയാനും ആ യാത്ര അവസാനം കുറച്ചുകൂടിയും സാധാരണ യാത്രക്ക് അപ്പുറത്തേക്ക് ഒരു പുണ്യപ്രവർത്തനത്തിലുള്ള കാരണമാകാൻ കൂടി ഇടയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ച് കാലങ്ങളിൽ നിങ്ങൾ പോയിട്ടുള്ള യാത്രകളിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ നടത്തുന്നത്. എന്തായിരുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് യാത്ര പോകാനുള്ള അതിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പഠനകാലത്ത് ഞാൻ UP ആയിട്ട് കുറച്ച് 2 വർഷത്തോളം ബന്ധമുണ്ട്. അതിനു മുമ്പേ നമ്മൾ ഇടവണ്ണ ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്നുകിൽ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരോട്ട് ഉള്ള ടോക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ആളായിരുന്നു. പിന്നെ അന്ന് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ നമ്മുടേതായിട്ടുള്ള ബഡ്ജറ്റിൽ നിന്നാണ്ട് യാത്ര ചെയ്യുന്നത് അന്നൊരു ഇഷ്ടമായിരുന്നു. പിന്നെ UP ആയിട്ട് അല്ലെങ്കിൽ ഉത്തരേന്ത്യയായിട്ട് ബന്ധപ്പെടുന്നൊരു ഇതിന് ശേഷം ആ പഠന സമയത്ത് തന്നെ ഈ അവധി കിട്ടുന്ന സമയത്ത് നാട്ടിലേക്ക് വരില്ല. നാട്ടിലേക്ക് വരാതെ അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ എന്ന് പറയുമ്പോൾ അതൊന്ന് വ്യക്തമാക്കണം. അത് ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പഠനം ജാമ്യന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ ലക്നോ, ഇങ്ങോട്ട് അവധി കാലത്ത് വരില്ല. അവിടെ 10 ദിവസത്തേക്ക് അവധി, നമുക്ക് ഈ ബക്രീദിനൊക്കെ അവധി കിട്ടും. വലിയ പെരുന്നാളിന് 10 ദിവസത്തെ അവധി ഉണ്ടാവും. അങ്ങനത്തെ ചെറിയ അവധികൾക്കൊന്നും അവിടുന്ന് പോരില്ല. അപ്പം അതിന് പകരമായിട്ട് അത് ഒന്നുകിൽ അവിടുത്തെ ഏതെങ്കിലും പ്രദേശങ്ങൾ കാണാൻ, മിക്കവാറും ഈ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന ആളുകൾ കൂടുതലും ബീഹാർ, അതുപോലെ തന്നെ ജാർഖണ്ഡ്, പിന്നെ നമ്മുടെ റൂംമേറ്റ്സുകളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ റായ്ബറേലി ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകിൽ അവരുടെ സ്ഥലം, അപ്പോൾ അവരെന്തായാലും നാട്ടിലേക്ക് പോകുമല്ലോ, അപ്പോൾ അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനും അവിടുത്തെ ഈ ഒരു കൾച്ചർ കാര്യമൊക്കെ മനസ്സിലാക്കാനൊക്കെയാണ് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. ശേഷം പിന്നെ അതിനുശേഷം ഇപ്പോൾ യാത്ര എന്നുള്ള നിലക്ക് നമ്മൾ ഈ ഒരു തലത്തിലേക്ക് എത്തിയത് ഒരു കാഷ്വൽ ടോക്ക്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഈ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുണ്ട് എന്ന് പറയുമല്ലോ, നമ്മളെ സുഹൃത്തുക്കൾ. ഇപ്പം നീ മാത്രം എന്താ അങ്ങനെ പോകണം, നമ്മളെ കൂടെ കൊണ്ടുപോയി കൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ഫ്രണ്ട്ലി യാത്രയായത്. അതായത് ഒറ്റയ്ക്കുള്ളതെന്നല്ല, ഞാൻ അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ജാമ്യയിലെ സഹപാഠിയായിരുന്ന എളമ്പിലാക്കോട് അബ്ദുൽ വഹാബ് സലാഹി, പിന്നെ കരിഞ്ചാപ്പാടി ഫയ്യാസ് സലാഹി, പിന്നെ ഉണ്ടായിരുന്നത് നിലമ്പൂർ സിദ്ദീഖ്. ഇവരൊക്കെയാണ് ഒരു സംസാരത്തിനിടയിൽ നമുക്കൊന്ന് പോയാലോ, അങ്ങനെയാണെങ്കിൽ ഈ ഡൽഹി പോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ ആഗ്രഹമുണ്ട്. ഇവിടെ ഡൽഹി ഞാൻ പല പ്രാവശ്യം പോയതാണ്. അപ്പോൾ അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടക്കം. ഞങ്ങളൊരു മീറ്റിങ്ങിന് പങ്കെടുത്ത ആ മീറ്റിങ്ങിൻ്റെ ഇടയിലുള്ള ഒരു സംസാരത്തിൻ്റെ ഇടയിലാണ് ഇതിന് തുടക്കം വന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ 4 അധ്യാപകരാണ്, ടീച്ചേഴ്സാണ്. അപ്പം നമ്മുടെ 4 വെക്കേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മെയ്യിലാണ്. അപ്പോൾ ഏപ്രിൽ മെയ് അതിനു വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുകയും ഒരു 2022
മെയ് മാസത്തിലാണ് നമ്മൾ ഈ യാത്ര തുടങ്ങുന്നത്. അത് ഒരു ഡൽഹി, ആഗ്ര, പിന്നെ നേപ്പാൾ, ഈ 3 സ്ഥലങ്ങളാണ് നമ്മൾ അന്നത്തെ പ്ലാനിലുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ടിക്കറ്റൊക്കെ ചെയ്ത് വെച്ചിരുന്നത്. ട്രെയിൻ മാർഗ്ഗമായിരുന്നു നമ്മളെ യാത്ര. അപ്പം നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലവ് കൂടും, പക്ഷേ നമുക്ക് ടൈം കുറഞ്ഞ് കിട്ടും. അത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രയാണ് അന്നേ ആദ്യം പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ആഗ്ര, ഡൽഹി, പിന്നെ അവിടെ നിന്ന് നേരെ നേപ്പാൾ പോകാനാണ് ഉദ്ദേശം. നേപ്പാളിൽ നിന്ന് നേരെ ഗോരഖ്പൂർ നിന്ന് നേരെ നാട്ടിലേക്ക് പാലക്കാട്ടേക്ക് തിരിക്കാനുള്ള ടിക്കറ്റൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ ഡൽഹിയുടെ മുമ്പ് നമ്മൾ ആദ്യം ഡൽഹി പോകാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നമ്മളൊരു വെൽ പ്ലാൻഡ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്ഡ് ടൂറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാക്കേജ് ആണെങ്കിൽ, നമ്മൾ ഏത് ടീമിനെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ടീം പറയുന്ന പോലെ നമ്മൾ നിൽക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ, ഞാനെപ്പോഴും അതിനാണ് എന്ത് ചെയ്യാലും പ്രൊമോട്ട് ചെയ്യാറ്. കുറച്ച് റിസ്ക് ഉണ്ടാവും, കുറഞ്ഞ റിസ്ക് ഉണ്ടാവും, പക്ഷേ അതിന് അതിൻ്റേതായൊരു അനുഭവങ്ങൾ, കാര്യങ്ങൾ വേറെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിന് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. എന്നാലോ നമ്മുടെ അത് ചെറിയ കുട്ടികളൊന്നല്ലാത്ത നമുക്ക് പറഞ്ഞാൽ കേൾക്കാവുന്ന ആ ഒരു അവർക്ക് സ്വന്തം നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഒരു പ്രായത്തെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ പോകാം. അപ്പോൾ നമുക്ക് ചിലവിൽ ഒരുപാട് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ഡൽഹി പോയിട്ട് ഇറങ്ങി ഡൽഹി കണ്ട് തിരിച്ച് ആഗ്രയിലേക്ക് വരാനാണ് വിചാരിച്ചത്. പക്ഷേ അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിലാണ് ആഗ്രയാണ് ഡൽഹിക്ക് മുമ്പേ എന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ആഗ്രയിൽ ഇറങ്ങിയിട്ട് ആഗ്ര കാണാനുള്ള കാഴ്ചകളുണ്ടല്ലോ, സ്വതവേയുള്ള കാഴ്ചകൾ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒന്നുകിൽ താജ്മഹൽ പോവുക, അതല്ലെങ്കിൽ അവിടെ ആഗ്ര ഫോർട്ട് പോവുക, അവിടെ കാണാനുള്ള മറ്റുള്ള കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ട് കാണുക എന്നതിനപ്പുറം കുറച്ച് ഗ്രാമത്തിലൂടെ ഇറങ്ങിപ്പോകണം. അവിടെയാണ് ശരിക്കും നമ്മൾ ആ ഒരു നാടിൻ്റെ പിന്നെ ഒരു സ്പന്ദനം മനസ്സിലാക്കാൻ പറ്റുക. മറ്റേത് നമ്മളെന്താ അറിയോ, നമ്മളൊരു വീഡിയോയിൽ കാണുന്ന അതിനപ്പുറമൊന്നും നേരിട്ട് കണ്ടു എന്ന് പറയുന്നതിന് ആ ഒരു മാത്രമേ ഉണ്ടാവുള്ളൂ. വീഡിയോയിൽ നമ്മൾ താജ്മഹൽ കാണുന്നതിലും നേരിട്ട് നമ്മൾ താജ്മഹൽ കാണലും നേരിട്ട് കണ്ടു എന്ന് പറയലും മാത്രമല്ലേ, ചിലപ്പം നേരിട്ട് കണ്ടതിനേക്കാൾ വൈഡായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ നേരെ മറിച്ച് ഈ ഗ്രാമങ്ങളിലൂടെ അതുപോലെ തന്നെ അവിടുത്തെ അനുഭവം, കച്ചവട സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥലങ്ങൾ, മാർക്കറ്റുകൾ, അതിലൊക്കെ നമ്മൾ പോകുമ്പോൾ വേറെ തന്നെ ഒരു അനുഭവമാണ്. അതിലിപ്പോൾ ആഗ്രയിൽ നമ്മൾ അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അറേഞ്ച്ഡ് ടൂറാണെങ്കിൽ അല്ലെങ്കിൽ പാക്കേജ് ആണെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് താമസിക്കേണ്ടി വരും. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ മിക്കവാറും നമുക്ക് അൽഹംദുലില്ലാ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. അപ്പം ഒരു ജിംഷാദ് എന്ന് പറഞ്ഞ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു ആഗ്രയിൽ. പോകുന്നതിന് മുമ്പേ അവനായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പം അവനവിടെ ജോലിയായിരുന്നു, ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ 4 ആളും അന്ന് അവൻ്റെ വീട്ടിലാണ് നിന്നത്. ശരി. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്കൊരു ചിലവ് ചുരുക്കിക്കൊണ്ട് യാത്ര ചെയ്യണമെങ്കിൽ ഇങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം ആദ്യം. അങ്ങനത്തെ കണക്ഷൻ ഉള്ള ആൾക്കാർ കൂടെ ഉണ്ടാവണം. അല്ല, നമ്മൾ ഇപ്പം മലയാളികളില്ലാത്ത സ്ഥലങ്ങളില്ല, എവിടെയും മലയാളികളുണ്ട്. അല്ല, ഈ ജിംഷാദ് പറഞ്ഞാൽ മലയാളിയാണോ? ജിംഷാദ് നമ്മളിവിടെ നാട്ടിൽ പെരിന്തൽമണ്ണക്കാരനാണ്. അല്ല, നമ്മൾ പെരിന്തൽമണ്ണക്കാരനാണ്. മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലായിടത്തും. നമ്മൾ ചെല്ലുന്ന സമയത്തൊക്കെ അത് നമുക്ക് അടുത്ത സമയം ഒരു പറയാം. നമ്മളൊരു താമസിക്കാനുള്ളൊരു ഹോട്ടൽ കണ്ടെത്തുമ്പോൾ, അതുപോലെ യാത്രക്കൊരു വണ്ടി കണ്ടെത്തുമ്പോൾ, ഇതിനൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് 2 രൂപത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, ഈ ആപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ, മറ്റൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ വില കുറഞ്ഞ ഹോട്ടലുകളോ കാര്യങ്ങളൊക്കെ തിരഞ്ഞ് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് മിക്കവാറും ഏതെങ്കിലും ഗല്ലികളിലൊക്കെ ആയിരിക്കും, അകത്ത് ഗല്ലികളിലൊക്കെ ആയിരിക്കും ഇതുണ്ടാവുക. നമ്മളെ ആപ്പിൽ കാണുമ്പോൾ അതിൻ്റെ ഫോട്ടോസും കണ്ടിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ അവിടത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ വാടക ചിലപ്പോൾ 900 രൂപ ആയിരിക്കും ഒരു റൂമിന്. പക്ഷേ അവിടേക്ക് എത്തിച്ചേരാൻ 400 രൂപ ചിലപ്പോൾ ഓട്ടോ കൂലി കൊടുക്കേണ്ടി വരും. അപ്പോൾ തിരിച്ചിങ്ങോട്ടും 400 ആകുമ്പോഴേക്ക് പ്രശ്നം ആയില്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അങ്ങനെ അതിനേക്കാൾ മുമ്പേ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പരിചയക്കാരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അതിനൊന്നും മടി കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ ചെയ്യാൻ തയ്യാറല്ലേ. അപ്പം അത് അത്ര നല്ല ഹോട്ടലിൽ ഏതാണ്, നമുക്കത് ബുക്ക് ചെയ്ത് തരുമോ, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് അന്വേഷിക്കുന്നത് യാത്രയുടെ ഒന്നാമത് നമ്മൾ പ്ലാൻ ആയിരിക്കും. ഇത് എങ്ങനെ, എപ്പോൾ, എന്തിനെ എന്നുള്ളൊരു പ്ലാൻ നമ്മൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറയുന്ന പോലെ ഈ ടൂർ പാക്കേജ് ടീം ചെയ്യുന്ന കൂടെ അവരുടെ കൂടെ പോകണം. ജസ്റ്റ് പിന്നെ ഒരു പെർട്ടിക്കുലർ സംഗതി കൂടെ ഇങ്ങനെ പോവുക, അതേമാതിരി തിരിച്ചു വരും. അത് അവരുടെയൊക്കെ ഒരു ചാനലുണ്ടാവും, ആ ചാനലിലൂടെ പോവും. അവർ കാണിച്ചു തരേണ്ട സാധനങ്ങൾ കാണിച്ചു തരും. അവർ തിരിച്ച് നമ്മൾ എവിടെയാണോ ഡെസ്റ്റിനേഷൻ അവിടെ ഇറക്കി തരും.
നമുക്കതല്ലല്ലോ. നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് മനസ്സറിഞ്ഞൊരു യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പോകണം. അപ്പോൾ ഇങ്ങനെ ജിംഷാദ് ഞാൻ പറയാൻ കാരണം ജിംഷാദ് നമ്മളെ പെരുന്തൽമണ്ണക്കാരനാണ്. അവൻ്റെ വീട്ടിലാണ് നിന്നു. അവിടെ കാണേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട് നേരെ ഡൽഹി പോയി. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടാക്സി പിടിക്കലാണ് പല ആളുകളും ചെയ്യാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ടാക്സിക്കാർ ഇഷ്ടംപോലെ ആളുകൾ നമ്മൾ ചെന്നേറെ ട്രെയിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ സമീപിക്കും. ഇന്നത് കാണിച്ചു തരും, മറ്റടുത്ത് കാണിച്ചു തരും, എല്ലാം കാണിച്ച് ഇവിടെ കൊണ്ടിറക്കി തരും. അവർ ചിലപ്പോൾ നമ്മളുള്ള വിലയേക്കാൾ കൂടുതൽ ഇരട്ടി വിലയ്ക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മളിതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. ഡൽഹിയിലൊക്കെ ഇഷ്ടം പോലെ മലയാളികൾ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ തന്നെ പിന്നെ വർക്ക് ചെയ്യുന്ന ആളുകളും പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഒന്ന് ബന്ധപ്പെട്ടാൽ അവരതിൻ്റെ ഒരു റൂട്ട് പറഞ്ഞു തരും. അപ്പം നമ്മൾ പറ്റിക്കപ്പെടില്ല. പിന്നെ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാലുള്ള നമുക്ക് മെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട ഡെസ്റ്റിനേഷൻ എല്ലാ സ്ഥലത്തേക്കും മെട്രോ ഉണ്ട്, ഡൽഹി മെട്രോ. അപ്പോൾ എവിടേക്കും നമുക്ക് എന്ത് ചെയ്യണ്ട, ടാക്സി പിടിക്കേണ്ട ആവശ്യം വരില്ല. ടാക്സി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് റോഡ് മാർഗം എന്ന് പറഞ്ഞാൽ ഡൽഹി അപാര തിരക്കാണ്, ഈ ട്രാഫിക് ജാം. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എന്ത് ചെയ്യില്ല, നമുക്ക് ആ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല. ഇന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ ഡൽഹി മെട്രോ തന്നെയാണ്. വളരെ കുറഞ്ഞ ചീപ്പ് റേറ്റിൽ മെട്രോ ടിക്കറ്റ് കിട്ടും. ഒന്നെങ്കിൽ ഒരു ദിവസത്തേക്ക് 150 രൂപയാണ്, ഒരു ദിവസം മൊത്തം യാത്ര ചെയ്യാം. അന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പം ചിലപ്പോൾ 200 ആയിട്ടുണ്ട് തോന്നുന്നു. എന്തായാലും ആ ഒരു ടാക്സിക്ക് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ആ വിലയിൽ നിൽക്കില്ല. അപ്പം ആ യാത്ര മൊത്തം നമുക്ക് കറങ്ങി കാണാനുള്ള ഇപ്പോൾ 10-12 സ്ഥലങ്ങളാണ് ഇപ്പോൾ ഡൽഹിയിൽ നമുക്ക് മേജറായിട്ട് നമ്മൾ ഒരു ഡൽഹി എന്ന് പറയുമ്പോൾ കാണാനുള്ള സ്ഥലങ്ങളായിട്ട് നമുക്ക് വെക്കാം. അത് മൊത്തം നമുക്ക് 2 ദിവസം കൊണ്ടൊക്കെ കറങ്ങി കണ്ട് തിരിച്ചു വരാം. അപ്പോൾ അവിടെ താമസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. അപ്പം ഹോട്ടലുകൾ വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം. അത് നമ്മളൊന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ കണ്ടുവെക്കണം. കുറഞ്ഞ ചീപ്പ് റേറ്റിൽ 5 ആൾക്ക് താമസിക്കാനൊക്കെ ഒരു ദിവസത്തിന് 800 രൂപ 1000 രൂപയൊക്കെ മതിയാവും ഒരു ദിവസത്തേക്ക്. നല്ല റൂമുകളായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിലും കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഡോർമെട്രികൾ ഉണ്ടാവും. നല്ല AC ഡോർമെട്രികളായിരിക്കും. അതിന് പെർ ഹെഡ് 100 മുതൽ 200 മുതൽ 250 രൂപ വരെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നൈറ്റ് നമുക്കവിടെ ഉറങ്ങി ഫ്രഷായിട്ട് തിരിച്ച് പോകാൻ പറ്റും. ഇതാണ് മൊത്തത്തിൽ. പിന്നെ ഡൽഹി കഴിഞ്ഞ് ഞങ്ങൾ 4 ആളും പിന്നെയുള്ള ഫുഡാണ് അവിടുത്തെ. ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രീറ്റ് ഫുഡേ കഴിക്കാവൂ. ഞാൻ ആ ഒരു പക്ഷക്കാരനാണ്. ഈ പറഞ്ഞ പോലെ ഉംറക്ക് പോയാലും ആളുകൾ എന്ത് ചെയ്യും, ചോറുണ്ടോ കേരളീയ ഭക്ഷണം എന്ന് പറയും. അത് പരസ്യം അങ്ങനെ തന്നെ ഉണ്ടാവുക. 14 ദിവസത്തേക്ക് ഉംറക്ക് പോണ ഒരു പാക്കേജിൻ്റെ ഉണ്ടാവുക. പിന്നെ ഹറമിൻ്റെ അടുത്ത് താമസം, കേരളീയ ഭക്ഷണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയിട്ട് പിന്നെയും കേരള ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമില്ല. അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ഒരു കാര്യമൊക്കെ പരിചയപ്പെടുകയാണ് വേണ്ടത്. ചില ആളുകൾക്ക് ചിലപ്പോൾ വയറിന് പ്രയാസവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നുള്ളൂ. അങ്ങനെയുള്ള ഫുഡ് ഓയിലി ഫുഡ് കഴിക്കാതിരുന്നാൽ മതി. മിക്കവാറും അവിടെയൊക്കെ ഈ കടുകെണ്ണയാണ് ഉപയോഗിക്കുക. അത് മിക്കവാറും കേരളക്കാർക്ക് പ്രയാസം ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അല്ലാത്ത ആവിയിലുള്ള ഫുഡ് കാര്യങ്ങൾ ഇഷ്ടം പോലെ, മോമോസ് പോലെ എല്ലാ ഫുഡുകൾ കിട്ടും. അപ്പം അടുത്ത് തന്നെ നല്ല കുഴപ്പമില്ലാത്ത ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ തന്തൂരി റൊട്ടിയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അതാണ് കഴിക്കേണ്ടത്. അതൊരു അനുഭവം തന്നെയാണ്. തന്തൂരി റൊട്ടി, ദാല് അതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാം, കുറഞ്ഞ റേറ്റിൽ കിട്ടും. പിന്നെ ഞങ്ങൾ അവിടുന്ന് 4 ആളും പിന്നെ ഇവിടെ ഡൽഹിയിൽ നിന്ന് നേപ്പാളിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ്, അന്ന് കൊറോണ സീസൺ കഴിഞ്ഞുള്ള അടുത്ത വർഷങ്ങളാണല്ലോ, 2022, 2019, 20, 21 ആ കൊറോണയുടെ പിടുത്തത്തിലായിരുന്നല്ലോ. അപ്പോൾ 22 ഈ ഒരു വിഷയം നേപ്പാളിൽ അവസാനിച്ചിട്ടില്ല. അപ്പം അവിടുത്തെ ഈ മറ്റേ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള യാത്രക്കാർക്ക് പ്രത്യേക പെർമിഷൻ എടുക്കേണ്ടതുണ്ട് അവിടുത്തെ. അപ്പം ഇന്നില്ലാന്ന് തോന്നുന്നു, അന്നത്തെ ഒരു പ്രശ്നം. അന്ന് ഞങ്ങൾ എന്ത് ചെയ്തില്ല, ഞങ്ങളെ നേപ്പാൾ യാത്ര നടന്നില്ല. അപ്പോൾ പിന്നെ ഇനി എന്ത് വേണം എന്നാലോചിച്ചു. ടിക്കറ്റ് പ്രശ്നമാണ്. ടിക്കറ്റ് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചു. കാരണം നമ്മൾ അലൗഡ് അല്ല, അങ്ങോട്ട് പ്രവേശിക്കാനുള്ള പെർമിഷൻ കിട്ടില്ല നമുക്ക്. കാരണം നേപ്പാളിലേക്ക് പോകുമ്പോൾ അവിടം വരെ ട്രെയിൻ ഇല്ലല്ലോ. ഗോരഖ്പൂർ വരെ ഗോരഖ്പൂർ പിന്നെ ബസ്സിന് പോകണം. ഒരുപാട് സമയം ബസ്സിന് പോയിട്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ നിന്നാണ് അറിയണത് അവിടത്തേക്ക് ഇപ്പോൾ ബസ് പോകുന്നില്ല. ഇനി പോയാൽ തന്നെ തിരിച്ച് പെർമിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ബോർഡറിൽ നിന്ന് തിരിച്ച് പോരേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 ആളും കൂടെ അവിടെ നിന്ന് തീരുമാനിക്കുകയാണ് ഇനി അങ്ങോട്ട് പോകണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ലക്നോ, നമ്മൾ ഇതിൽ പ്ലാനിലില്ലായിരുന്നില്ലെങ്കിലും
കൂട്ടത്തിൽ ഫയ്യാസ് സലാഹി ഇങ്ങനെ ലക്നൗവിൽ ഒന്ന് പോകാം നമുക്കെന്ന് പറഞ്ഞാൽ അവിടെ ദാറുൽ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളുണ്ട്. മദ്രസകൾ, കോളേജുകൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, 700, 1000, 1200 കുട്ടികളൊക്കെ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നല്ല ബിൽഡിങ്ങൊക്കെ ഉള്ള നല്ല സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ ലക്നൗവിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ലക്നൗവിലേക്ക് ഒരു ആഗ്രഹമുണ്ട്. കാരണം ഒരു 2004 ഞാൻ അവിടുന്ന് ഫാരിഗായിട്ട് അവിടുന്ന് പഠനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. പിന്നെ 2022 ഏകദേശം ഒരു 18 കൊല്ലം കഴിഞ്ഞ ഒരു ഓർമ്മ നമുക്ക് ആ ഒരു എന്താ പറയുക ഗൃഹാതുരത്വം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ നമ്മളെ മനസ്സിലുണ്ട്. പക്ഷേ ആ ഇവരൊന്നും പറയാതെ നമ്മളെങ്ങനെ അങ്ങോട്ട് പോകേണ്ട ഇതിനെക്കുറിച്ച് അപ്പോൾ സംസാരത്തിനിടയിൽ നമ്മൾ ലക്നൗ പറഞ്ഞപ്പോൾ ലക്നൗ പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് അപ്പോൾ തന്നെ ലക്നൗവിലേക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ അന്ന് രാത്രി ലക്നൗ പോവുകയാണ്. പിറ്റേന്ന് രാവിലെ ലക്നൗ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തി ഞങ്ങൾ നേരെ ദാറുൽ ഉലൂമിൽ പോകും. ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ദാറുൽ ഉലൂമിൽ മാത്രമല്ല ബാക്കിയുള്ള ഏകദേശം എല്ലാ മുസ്ലിം സ്ഥാപനങ്ങളിലും നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾ വിസിറ്റിന് വരികയാണെങ്കിൽ അവർക്ക് താമസം അടക്കമുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുക്കും. നമ്മൾ മെഹ്മാൻ ഖാന എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക നമ്മളെ ഗസ്റ്റ് ഹൗസ് അവിടെ ഉണ്ടാവും. ശരി. അപ്പോൾ നമുക്ക് ഒന്നുകിൽ അവിടെ പഠിക്കുന്ന ആളുകളുടെ പരിചയം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കടലാസ് പൂരിപ്പിച്ച് കൊടുക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. നമ്മൾ അറിയുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ 3 ദിവസം വരെ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റും. ശരി. അവിടെ നിന്ന് ഫുഡും കിട്ടും. അതിനായിട്ട് മെഹ്മാൻ ഖാന എന്ന് പറഞ്ഞ ഗസ്റ്റ് ഹൗസിനെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അവരെ പരിപാലിക്കാനും നോക്കാനായിട്ട് അവിടെ ഒരു ജോലിക്കാരുണ്ടാവും. നമ്മുടെ നാട്ടിലുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് അത് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളിൽ ഉത്തരേന്ത്യൻ സ്ഥാപനങ്ങളെ കണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട്. ലൈബ്രറി സിസ്റ്റം, പിന്നെ ഈ മെഹ്മാൻ ഖാന അതായത് ഈ ഗസ്റ്റ് ഹൗസ്, അതുപോലെ തന്നെ ഈ വിസിറ്റേഴ്സ് അല്ലാതെ വരുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് അവിടെ കോളേജ് കണ്ട് കാണാനും പഠിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ. ഇങ്ങനെ ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 hours അവിടെ ലൈബ്രറി ഓപ്പൺ ആയിരിക്കും. ശരി. ഏത് സമയത്തും. ഈ ദാറുൽ ഉലൂം ശരിക്കും ഏകദേശം എത്ര വൈഡായിരിക്കും ഏരിയ? ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും ഒരു 60 ഏക്കർ സ്ഥലം ആണ് തോന്നുന്നത് മൊത്തത്തിൽ. അത്രയും പുരാതനമായിട്ടുള്ള നമ്മൾ അതിൻ്റെ ഒരു വൈഡ് മനസ്സിലാവണേ നമ്മൾ അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്തിന് ഏകദേശം ഒരു 2000-ഓളം കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ ഒരു 8-10 ഹോസ്റ്റലുകൾ, വലിയ ഹോസ്റ്റലുകളൊക്കെ ഉള്ള സ്ഥാപനം, വലിയ സ്ഥാപനമല്ലേ. അപ്പോൾ പറഞ്ഞത് അവിടെ നിന്ന് ഞങ്ങൾ ലക്നൗ അവിടെ നിന്നു ഒരു ദിവസം അവിടെ നിന്ന് സ്ഥാപനം കണ്ടു. മൊത്തത്തിൽ ലക്നൗ പ്രദേശങ്ങൾ മൊത്തം കണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ തിരിച്ചു പോരണല്ലോ. 3 ദിവസം കഴിഞ്ഞു. 3 നമ്മൾ അവിടെ 2 ദിവസം ലക്നൗവിൽ 2 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോരണേ ഞങ്ങൾ ഗോരഖ്പൂർ നിന്നാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അതായത് നേപ്പാൾ പോയിട്ട് തിരിച്ചു പോരാനുള്ള ടിക്കറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ആ യാത്ര എന്ത് ചെയ്ത് ക്യാൻസലാക്കി, ആ ടിക്കറ്റ് ക്യാൻസലാക്കി. അപ്പോഴാണ് പിന്നെ ലക്നൗയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് കറങ്ങി കാണാൻ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ. ലക്നൗവിൽ അധികം ആളുകളും ഈ പോകാത്തൊരു സ്ഥലമാണ്. അതായത് ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ ടൂറ് പാക്കേജോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നുകിൽ ആഗ്ര, ഡൽഹി, പിന്നെ കാശ്മീർ അല്ലെങ്കിൽ രാജസ്ഥാൻ, ഇങ്ങനെ ഈ ലക്നൗ പറഞ്ഞു കേൾക്കാറില്ല. ലക്നൗ ശരിക്കും എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും ഡൽഹിയിൽ നിന്ന്? ഒരു 8 മണിക്കൂർ യാത്ര. 8 മണിക്കൂർ ട്രെയിനാണെങ്കിൽ. അത് യുപിൻ്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയല്ലേ? യുപിയാണ്. ലക്നൗ യുപിയുടെ തലസ്ഥാനമാണ്. ലക്നൗ എന്ന് പറഞ്ഞാൽ വമ്പൻ സിറ്റിയാണ്. ഒരു പിന്നെ പാർക്കുകളുടെ നഗരം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വലിയ പാർക്കുകളാണ്. അത് മായാവതി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഈ പാർക്കുകളുടെ ആധിക്യം, കുറേ പാർക്കുകൾ. അതിലേറ്റവും വലിയൊരു അംബേദ്കർ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് അവിടെ. ഹാത്തി പാർക്ക്, അംബേദ്കർ പാർക്ക്. ഹാത്തി ഇവരുടെ ചിഹ്നമാണ്, ആന, VSPയുടെ ചിഹ്നമാണ്. അപ്പോൾ അതിനൊരു ഹാത്തി പാർക്ക് ഉണ്ടാക്കി. ഹാത്തിയുടെ ഈ മറ്റേ ആനകൾ കൊണ്ടൊരു എന്താ പറയുക ഒരു ആഘോഷമാണ് അവിടെ ഈ ഇതിലുണ്ടാക്കിയത്, കല്ലിലുണ്ടാക്കിയത്, അല്ലാതെ ജീവനുള്ള ആനകളല്ല. അതിന് തൊട്ടപ്പുറത്ത് തന്നെ അംബേദ്കർ പാർക്ക്. അംബേദ്കർ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭരണഘടനാ ശില്പി അംബേദ്കറുടെ പേരിൽ ഒരു വലിയൊരു പാർക്കുണ്ട്. അതിൻ്റെ അവരുടെ അദ്ദേഹത്തിൻ്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് അവസാനം വരെയുള്ള ഓരോ കാര്യങ്ങളും ഒത്തിവെച്ച് പ്രിൻ്റാക്കി വെച്ചിട്ട് വലിയൊരു പാർക്കാണത്. കുറച്ചുകൂടി മുസ്ലിം പോപ്പുലേഷൻ കുറച്ച് കൂടുതലുണ്ട്. ഷിയ വിഭാഗം കുറച്ച് കൂടുതലുള്ള ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ലക്നൗയുടെ ഒരു വൈബ് പറയുമ്പോൾ 2 രൂപം. ഒന്ന് കാണാൻ കുറേ ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അവിടുത്തെ ഫുഡ്, ഡൽഹിയിൽ നിന്ന് വരെ അവിടെ വിസിറ്റിന് വരുന്ന ആളുകളൊക്കെ ഈ തുണ്ടേ കബാബ് എന്ന് പറഞ്ഞ സാധനം, കബാബ്
തുണ്ടേ കബാബ് എന്ന് പറഞ്ഞ സംഭവം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. ലക്നോ ഡൽഹിയിൽ നിന്ന് ഇപ്പം ഇത് കറങ്ങാനും ഇതിനൊക്കെ വരുന്ന ആളുകൾ തുണ്ടേ കബാബ് അത്രയും മഷൂറാണ് ആ സാധനം. അപ്പം തുണ്ടേ കബാബ് അത് ഇവിടുത്തെ പോലെ തന്നെ അവിടുത്തെ ലസ്സിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അലിഗഡ് ലസ്സി എന്നൊക്കെ പറയും. അതെ ലക്നോയിൽ. പിന്നെ പേടകൾ നല്ല ലക്നോ പേട ആണ്. പിന്നെ ലക്നോ ചിക്കൻ, ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ലക്നോ ചിക്കൻ ഭയങ്കര ഫേമസ് ആണ്. ഈ ചുരിദാറും കാര്യങ്ങളൊക്കെ ചിക്കൻ എന്നല്ല നമ്മളെ ലക്നോ ചിക്കൻ അതിൻ്റെ പേര് കൈത്തറിയാണ്. അത് നമുക്ക് നേരിട്ട് പോയി കാണാനൊക്കെ പറ്റും. അവർ ലക്നോ ചിക്കൻ അവരുടെ കൈകൊണ്ട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ നല്ല റേറ്റ് ആണെങ്കിലും ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഈ കോലാപൂരി ചപ്പൽസ് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ കിട്ടുന്ന സ്ഥലമാണ് ഈ ലക്നോ. നല്ല സാധനങ്ങൾ കിട്ടും. പിന്നെ ഉള്ളത് റൈസ്, ബസുമതിയുടെ വ്യത്യസ്ത ഐറ്റംസ് അവിടെ കാണാൻ പറ്റും മാർക്കറ്റിൽ. പിന്നെ ഡ്രസ്സ് മേഖലയിലേക്കാണ് പോവുകയാണെങ്കിൽ ഗുജറാത്തി മാർവാടി ടീം ഉണ്ടല്ലോ, അവർ ഏകദേശമൊക്കെ ഡംപ് ചെയ്തത് ഇവിടെയാണോ എന്ന് തോന്നിപ്പോവും. അത്രയും വസ്ത്ര മേഖലയിലെ ഭയങ്കര പിന്നെ വ്യവസായം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ലക്നോ. പിന്നെ അവധ് എന്ന് പറഞ്ഞാൽ ലക്നോ അവധ് നമ്മളെ അവിടുത്തെ രാജാക്കന്മാർക്ക് പറയുന്നത് ലക്നോ അവധാണ് പറയാം. അവരുടെ അവരുടെ കുറേ ശില്പങ്ങൾ, കെട്ടിടങ്ങൾ, അവരുടെ പഴയകാല ഓർമ്മകൾ നിൽക്കുന്ന ടീലേഷ മസ്ജിദ് പോലെയുള്ള പഴയകാല മസ്ജിദുകൾ, ബുൽബുലയ്യ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത കെട്ടിടമാണ്. പിന്നെ വലിയൊരു ചത്തരം, വലിയൊരു ഏരിയയിൽ ഒരു പള്ളിയും അതുമായി ബന്ധപ്പെട്ട ഈ അവരുടെ രാജാക്കന്മാരും അവരുടെ മറ്റുള്ള പരിചാരകരൊക്കെ താമസിച്ചിരുന്ന ബുൽബുലയ്യ. അതിന് തൊട്ടുപുറത്ത് ഒരു പിന്നെ അവരുടെ ദർബാറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. അവിടെയൊക്കെ ചെന്ന് കണ്ടാൽ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്നൗവിൻ്റെ ഈ തെരുവീതി റോഡുണ്ടല്ലോ, മെയിൻ മാർഗ് റോഡ്, ആ റൂട്ടിലൂടെ നടന്നു പോകുന്ന ഒരാളെ ഈ പുറത്തുള്ള, അതായത് ഏകദേശം ഒരു 300 മീറ്റർ ഒക്കെ ദൂരമുള്ള ഒരു കെട്ടിടമാണ് ഈ ബുൽബുലയുടെ തൊട്ട് ചാരിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ദർബാർ. ഈ ദർബാറിലിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വലിയൊരു കിണറുണ്ട്. അതായത് 3 നിലകളുള്ള ഈ ദർബാറിൻ്റെ 3 നിലകളുള്ള 3ാമത്തെ നിലയിലാണ് ദർബാർ നടക്കുക. അവിടെ നിന്ന് നേരെ നോക്കിയാൽ താഴെ ഒരു വലിയ കിണറാണ്. ഈ കിണറിൽ അവിടെ പോകുന്ന ആളുകളുടെ പ്രതിബിംബം ഇവിടെ കിട്ടാവുന്ന രൂപത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ അത്ഭുതം എന്നൊന്നും നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും നമുക്കവിടെ മനസ്സിലായിട്ടില്ല. പക്ഷേ അവിടുത്തെ കെട്ടിടത്തിൻ്റെ ഈ മാതൃകകളും കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ബുൽബുലയ്യൻ്റെ അകത്തേക്കാണ് കയറി കഴിഞ്ഞാൽ അവിടെ ഈ ടീമുണ്ടാവും, ഗൈഡ് ടീമുണ്ടാവും. അവരങ്ങോട്ട് പറയും നമ്മൾ പോയി കാണിച്ചു തരാം. അപ്പോൾ നമ്മളവർ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങൾ ഇതിലൂടെ പോയാൽ തിരിച്ചു വരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയും. മനസ്സിലായല്ലോ? അത് നമ്മളൊരു കവാടത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലൂടെ പോയത് അത്ര കൺഫ്യൂഷനാണ്. ഈ ആർക്കിടെക്ചറിൽ ഈ കരകൗശല അല്ലെങ്കിൽ വാസ്തുവിദ്യയിൽ ഇത്രത്തോളം അത് ഏത് കാലത്താണെന്നറിയോ? എത്രയോ കാലങ്ങൾക്ക് ഒരു 100 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉള്ള സംഭവമല്ലേ. പേർഷ്യൻ ആർക്കിടെക്റ്റ് ആണ്. അതെ, പേർഷ്യനാന്ന് തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ലത്. എന്തായാലും അത്തരം ഒരുപാട് കാഴ്ചകൾ അവിടെ ഉണ്ട്. പിന്നെ അവിടുത്തെ നാടൻ ഫുഡുകൾ നമ്മൾ ശരിക്കും പോകുന്ന ആളുകൾക്ക് നല്ല വില കുറഞ്ഞ അതിൽ ഫുഡ് കിട്ടും. പിന്നെ അവിടുത്തെ ജനജീവിതം കണ്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. അത് വെച്ചാൽ വളരെ കുറഞ്ഞ ക്യാഷ് കൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു ജീവിതവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതൊക്കെ നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. അനുഭവമാണ്. ലക്നൗവിലേക്ക് യാദർശികമായിട്ടാണ്, മുൻകൂട്ടി പ്ലാൻ അല്ലാതെ. അതെ, പക്ഷേ എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ എത്തി അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും ഈ ലക്നൗ എന്ന് പറയുമ്പോൾ അത് UP-യുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. അതെ, ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളൊരു സ്ഥലമായിട്ടാണ് നമ്മൾ പൊതുവെ. ലക്നൗവിൽ മുസ്ലിംസ് ഉണ്ട്, പക്ഷേ അവിടെ മുസ്ലിങ്ങളെ പീഡനങ്ങൾ മറിച്ച് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ തീവ്രവാദ പ്രശ്നം, ഭീകര പ്രശ്നം, മതവർഗീയ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും അവിടുന്ന് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. മൊത്തത്തിലൊരു സെൻസിറ്റീവാണ് അവിടെ ആളുകൾ. ഒരു എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ പറയാറില്ലേ, എന്നോട് അളിയൻ അടിക്കാൻ പറഞ്ഞു ഞാൻ അടിച്ചു എന്ന് പറയില്ലേ, അത്ര ഒരു ചിന്തയുള്ള ആളുകളാണ് മൊത്തത്തിൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ തന്നെ ആളി കത്തിക്കാൻ പറ്റിയ ഒരു സവിശേഷമായൊരു സ്ഥലമാണ് അവിടെ. കാരണം ഒന്ന് വിദ്യാഭ്യാസ പ്രശ്നം,
ആയിരിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ആക്ഷേപിക്കല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പ്രശ്നം തന്നെയാണ് മിക്കവാറും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. മുസ്ലിംസിൻ്റെ എഡ്യൂക്കേഷനൊക്കെ എങ്ങനെ? എല്ലാം കണക്ക് തന്നെയാണ്. മൊത്തത്തിൽ ഞങ്ങളവിടെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ പഠിക്കാൻ പോകുന്നവർ പഠിക്കാൻ പോകും, അല്ലാത്തവർക്ക് പഠിച്ചോളണമെന്നില്ല. ഒരു 10-12 വയസ്സാകുമ്പോഴേക്ക് ജോലിക്ക് പോവുക, ഒന്നുകിൽ ജഡ്ക, ഈ സൈക്കിൾ റിക്ഷ ഉണ്ടല്ലോ, അത് വലിക്കുക, അല്ലെങ്കിൽ ചോട്ടു, അത് ഏതെങ്കിലും ഷോപ്പിൽ നിൽക്കുക, കടയിൽ നിൽക്കുക, അങ്ങനെ, അല്ലെങ്കിൽ പാൻ മസാല കച്ചവടം നടത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയായിട്ട് അങ്ങനെ ജീവിച്ച് പോകണം. അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകിച്ച് ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർ പിടിച്ചു കൊടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് പൈസ ഇപ്പോൾ നമ്മൾ തന്നെ പറയാറില്ല, ഈ ഒരു 500 രൂപ അല്ലെങ്കിൽ 100 രൂപ ഉണ്ടെങ്കിൽ വോട്ട് മറിക്കാമെന്നൊക്കെ പറയുന്നത്, ആ ഒരു അത്ര ബുദ്ധിയുള്ളൂ, അല്ലെങ്കിൽ അത്ര ഒരു ചിന്തയുള്ളൂ, ബുദ്ധിയല്ല ചിന്ത അത്രയേ ഉള്ളവർക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഈ യാത്രയുടെ ഇടയിലൊന്നും അങ്ങനെ സംഭവിച്ചു. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞതിന് ശേഷം ഞാനും വൈഫും മാത്രം പോയിട്ടുണ്ട്. കാരണം വിവാഹം കഴിഞ്ഞ ഉടനെ ഞാൻ അവളോട് കൊടുത്തൊരു വാക്കായിരുന്നു, ലക്നൗവിൽ ഞാൻ എന്തായാലും തന്നെ കൊണ്ടുപോകുന്നുള്ളത്. കാരണം നമ്മൾ പഠിച്ച സ്ഥാപനം കാര്യമൊക്കെ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ പറഞ്ഞ തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹി, ആഗ്ര, ലക്നൗ ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ കൊണ്ട് ഞങ്ങൾ രണ്ടാളും ഒന്നിച്ച് ഞങ്ങൾ രണ്ടാളും മാത്രം പോയിട്ട്. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഈ ഒരു ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വർഗീയ പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കലുണ്ട്. അവിടെ നടക്കലില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മൊത്തത്തിൽ എന്നും അവിടെ കച്ചറയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഉന്നാവ് പോലെ അല്ല, പിന്നെ പൊതുവെ എന്താ വെച്ചാൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അത് എല്ലായിടത്തും എത്തുന്നു, മീഡിയകളിലൂടെ ബാക്കി വരുമ്പം അത് ജനറലൈസ് ചെയ്യും ചിലപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ. അതെ അങ്ങനെയാണ് മിക്കവാറും. എവിടെയെങ്കിലുമൊക്കെ ഒരു ഭ്രാന്തന്മാർ ചെയ്തതിന്, ഇപ്പോൾ ട്രെയിൻ യാത്രകളിൽ തന്നെ ഇപ്പം പല ആളുകൾ വെടിവെച്ച് പോകുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ലക്നൗവിൽ വേറെ എന്തൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ, നമ്മൾ സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു, അതല്ല പിന്നെ അതുപോലത്തെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ ആഡ് ചെയ്തു. ഇനി അനുബന്ധമായി വേറെ എന്തെങ്കിലും ചേർക്കാൻ പറ്റുന്ന? അവിടെ ഇപ്പം വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അതായത് സ്വന്തമായിട്ട് പിന്നെ പ്രിൻറ്റിങ്, ഇപ്പോൾ മാഗസീനുകൾ, ഇപ്പോൾ നമ്മളെവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ മാഗസീൻ നമ്മളൊരു കോളേജിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയിട്ടാണ് പ്രിൻറ്റ് ചെയ്യുക. ഇത് സ്വന്തമായി പ്രിൻറ്റിങ് പ്രസ് വരെയുള്ള സ്ഥാപനങ്ങൾ വരെ അവർക്കുണ്ട്. ഉറുദുവിലാവട്ടെ, അറബിയിലാവട്ടെ, ഇംഗ്ലീഷിലാവട്ടെ, ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസ്ഥാപിതമായിട്ട് ഇപ്പോൾ അറായിദ് എന്ന് പറയുന്ന ഒരു പിന്നെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ മജല്ല, അതൊക്കെ ആദ്യം പത്രമായിരുന്നു. പത്രം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ വാരികയായിട്ട് പത്രരൂപത്തിലേ ഉണ്ടായത്. പിന്നെ ഇപ്പോഴാണ് മജല്ല ഒരു പുസ്തക രൂപത്തിലേക്ക് ആക്കിയത്, ഈ അടുത്ത കാലത്താണ്. അപ്പം അങ്ങനെ പ്രിൻറ്റിങ്, ഇപ്പം ബനാറസിലേക്ക് പോവുകയാണെങ്കിൽ ബനാറസ് പട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അവിടെയും ഇതേപോലെ തന്നെ മാവു, ബനാറസ്, ഉന്നാവ്, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് പ്രിൻറ്റിങ് നടക്കുന്ന പ്രസ്സുകളുള്ള ഇതുണ്ട്. വിദ്യാഭ്യാസത്തിന് അവർ എന്ത് ചെയ്യുന്നു, പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ. പിന്നെ വേണ്ടത്ര ആളുകളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കൃഷിയാണ് കാര്യമായിട്ട്. ഒന്നുകിൽ പശു വളർത്തൽ, അതുപോലെ തന്നെ ഈ നെല്ല് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയുടെ ഈ ഭൂരിഭാഗവും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വലിയ കേരളക്കാർ പറയും നമ്മളിവിടെയാണ് കുട്ടനാടൻ നെല്ല് അതൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ, അറ്റമില്ലാത്ത കൃഷി എന്ന് പറയല്ലേ. ഒരു ട്രെയിനിൽ ഇപ്പോൾ നമ്മളൊരു 1.5 മണിക്കൂർ യാത്ര ചെയ്യാൻ വേണ്ടി ഞാൻ ഏറ്റവും ചുരുങ്ങിയ ടൈം പറഞ്ഞു, ഒരു 1.5 മണിക്കൂർ നല്ലൊരു 100 സ്പീഡിൽ യാത്ര ചെയ്യണ, 120 സ്പീഡിൽ യാത്ര ചെയ്യണ ഒരു ട്രെയിനിൽ 1.5 മണിക്കൂർ അത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ടാവും. അത്രയും കിലോമീറ്റർ കണക്കിന് നമുക്ക് ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ വ്യത്യസ്ത ഇനങ്ങളിൽ മാവ്, അതുപോലെ തന്നെ സപ്പോട്ട, ഈ ചിക്കു, പിന്നെ ലിച്ചി, ഇങ്ങനത്തെ ഒരുപാട് തോട്ടങ്ങൾ നമുക്ക് ഇതിനിടയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് ഉത്തരേന്ത്യ തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെയാണ്. ഇഷ്ടംപോലെ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഉത്തരേന്ത്യയിലെ പ്രധാനമായും ലക്നൗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശേഷങ്ങൾ നമ്മൾ അവസാനമായിട്ട് പങ്കുവയ്ക്കുകയുണ്ടായി. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് അതിന് ശേഷം, യാത്രയ്ക്ക് ശേഷം സംഭവിച്ച ബീഹാറുമായി ബന്ധപ്പെട്ട, അതിലൂടെയാണല്ലോ കുറച്ചുകൂടി വഴികളൊക്കെ വരുന്നുണ്ടായത്. ആ ഒരു എപ്പിസോഡിൽ നമുക്കത് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിൽ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചത് പീസ് റേഡിയോ അവതാരകനും അധ്യാപകനുമായ നസറുല്ലാ സുലാഹി ആയിരുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ വീണ്ടും പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.